തൃപ്പൂണിത്തുറ നഗരസഭയിൽ LDF-ഉമായുള്ള സഹകരണ സാധ്യത തള്ളി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. CPM-ഉം BJP-യും മുഖ്യ ശത്രുക്കളാണ്. അന്തിമ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കും. തൃപ്പൂണിത്തുറ നഗരസഭയിൽ CPIM വോട്ട് BJP-ക്ക് വേണ്ടി മറിച്ചുവെന്നും മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. കേരളത്തിൽ BJP-യെ വളർത്തുന്ന കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് CPM ആണ്. അപ്പോൾ സ്വരാജ് പോലും പ്രവർത്തിക്കുന്നത് RSS-നും BJP-ക്കും വേണ്ടിയാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത്ര തീവ്രമായി ഇന്ത്യയിലെ വർഗീയവാദികൾക്കും അല്ലെങ്കിൽ നാടിൻ്റെ ബഹുസ്വരത നശിപ്പിക്കുന്ന RSS-നും സംഘപരിവാറിനെതിരായി ഈ നാവുകൾ ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് അത് സ്വന്തം കൂടെയുള്ള സഹപ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? BJP-യുടെ വോട്ടെന്ന് പറയുന്നത് CPM-ന്റെ വോട്ടല്ലേ? കാലങ്ങളായി CPM-ന് ലഭിക്കുന്ന വോട്ടല്ലേ? അപ്പോൾ ആ വോട്ട് എങ്ങനെയാണ് BJP-ക്ക് ലഭിച്ചതെന്ന് സ്വരാജ് കൂടി മറുപടി പറയട്ടെ. മുബഷീർ P. അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ചരിത്രത്തിൽ ആദ്യമായാണ് തൃപ്പൂണിത്തുറ നഗരസഭ BJP-ക്ക് കിട്ടുന്നത്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചിരുന്നതാണ്. ഇതിൽ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയല്ലേ? മുഖ്യശത്രു CPM-ഉം BJP-യുമാണ് എന്നുള്ളതാണ് എറണാകുളം DCC പ്രസിഡന്റായിട്ട് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP ഭരണത്തിൽ വരാതിരിക്കാൻ LDF-ഉമായിട്ടുള്ള ഒരു സഹകരണത്തിന് കോൺഗ്രസ് മുതിരുമോ എന്ന ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ആ ഒരു സഹകരണ സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്ന കൃത്യമായിട്ടുള്ള സൂചന DCC പ്രസിഡന്റ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമായിരിക്കും. പാർലമെന്ററി യോഗം ഉൾപ്പെടെ ചേർന്നതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് അവിടെ CPM BJP ഡീൽ നടന്നിട്ടുണ്ട്. CPM-ന്റെ പല കോട്ടകളിലും വിള്ളലേറ്റതിൽ CPM-ന്റെ മൗനാനുവാദത്തോടു കൂടിയുള്ള ഒരു വിജയമാണ് അവിടെ BJP-ക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തുടർച്ചയായിട്ടുള്ള യോഗങ്ങളൊക്കെ തന്നെ വരാൻ പോകുന്നുണ്ട്. അവിടെ എറണാകുളത്തിന്റെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ് അദ്ദേഹം ഒരേ സമയം വ്യക്തമാക്കുന്നത്. അവിടെയുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന M. സ്വരാജും അതുപോലെ തന്നെ എറണാകുളത്തിന്റെ CPM നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് പറയണമെന്നുള്ളതും മുഹമ്മദ് ഷിയാസ് ഇന്ന് പ്രതികരിച്ചു. മുബഷീർ P. അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.